അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. പ്രവാചകൻ ഈജിപ്തിലേക്ക് പോയോ? പിന്നീട് എന്ത് സംഭവിച്ചു? നീ ആവേശത്തിലാണല്ലേ? പെട്ടെന്ന് കഥ പറ ബാബ, പ്ലീസ്. ഇൻഷാ അല്ലാ, ഇന്ന് ഞാൻ നിനക്ക് മൂസാ നബി അലൈഹിസ്സലാം എങ്ങനെയാണ് ഫിറൗനെ നേരിട്ടത് എന്ന് പറഞ്ഞു തരാം. നീ റെഡിയാണോ? അതെ. ബിസ്മില്ലാ. കഴിഞ്ഞ ദിവസം അള്ളാഹു തന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി മൂസാ നബിയോട് ഈജിപ്തിലേക്ക് പോകാൻ കൽപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? മൂസാ നബി തന്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിനെ ലക്ഷ്യമാക്കി നടന്നു. ദിവസങ്ങൾ സഞ്ചരിച്ചതിന് ശേഷം അവസാനം അവർ ഈജിപ്തിലെത്തി. അവർ പട്ടണത്തിന് പുറത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാം അവരെ കാത്തിരിക്കുകയായിരുന്നു. ഹാറൂണും ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിനും അള്ളാഹുവിൽ നിന്നുള്ള ദർശനം ലഭിച്ചിരുന്നു. തൻ്റെ ഇളയ സഹോദരൻ പെട്ടെന്നു തന്നെ അവിടെ എത്തുമെന്നും അദ്ദേഹം ഇസ്രായേലിനെ സ്വതന്ത്രരാക്കുമെന്നുമായിരുന്നു ദർശനത്തിൽ കണ്ടത്. ഇത് തൻ്റെ സഹോദരനാണെന്ന് മൂസാ നബി തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവർ രണ്ടുപേരും കൊട്ടാരത്തിലേക്ക് പോയി. വർഷങ്ങളായി പ്രവാചകൻ ഈജിപ്തിൽ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ജീവിതം അപകടകരമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലാതെ മറ്റൊന്നും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല. അള്ളാഹുവിൻ്റെ വാക്കുകൾ അപ്പോഴും അദ്ദേഹത്തിൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. മൂസാ നബിയും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി ഫിറഔന്റെ മുന്നിൽ ചെന്നു നിന്നു. എന്നിട്ട് പ്രവാചകൻ അള്ളാഹുവിനെയും അവൻ്റെ കാരുണ്യത്തെയും കുറിച്ച് ഫിറഔനോട് സംസാരിച്ചു. എന്നാൽ ഫിറഔൻ സ്വയം ദൈവമായി കണക്കാക്കിയിരുന്നതിനാൽ അവർ പറയുന്നത് ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു. പ്രവാചകൻ തന്റെ പരമോന്നത സ്ഥാനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് അവൻ കരുതി. ഫിറഔൻ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ഇസ്രായേൽ ജനതയെ ഞങ്ങളുടെ കൂടെ അയക്കണമെന്ന് ഞാൻ താങ്കളോട് ആവശ്യപ്പെടുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇസ്രായേലിയർ എന്റെ അടിമകളാണ്. ഞാൻ എന്തിന് അവരെ നിങ്ങളോടൊപ്പം അയക്കണം? അവർ നിങ്ങളുടെ അടിമകളല്ല, അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഈ മറുപടി കേട്ട് ഫിറഔന് ദേഷ്യം വന്നു. നീ മൂസ അല്ലേ? പ്രവാചകൻ തലകുലുക്കി. അതെ എന്ന് പറഞ്ഞു. ഞങ്ങൾ നിന്നെ നൈൽ നദിയിൽ നിന്നും രക്ഷിച്ചു, നിന്നെ വളർത്തി വലുതാക്കി. ഒരു ഈജിപ്തുകാരനെ കൊന്നിട്ടുള്ള മൂസ അല്ലേ നീ? നീതിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോയ നിനക്ക് എന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഫിറഔൻ ചോദിച്ചു. പ്രവാചകൻ അദ്ദേഹത്തിന്റെ കുത്തുവാക്കുകളെ അവഗണിച്ചു. ഈജിപ്തുകാരനെ കൊന്നത് യാദൃശ്ചികമാണെന്നും ബോധപൂർവമല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഇപ്പോൾ അള്ളാഹുവിന്റെ ദൂതന്മാരിൽ ഒരാളാണെന്നും പ്രവാചകൻ ഫിറഔനെ അറിയിച്ചു. അള്ളാഹുവിന്റെ ദൂതനാണെന്ന് തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും അടയാളം കാണിക്കാൻ ഫിറഔൻ മൂസാ നബിയോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ തന്റെ വടി നിലത്തേക്കിട്ടു. അത് പെട്ടെന്ന് വലിയൊരു പാമ്പായി മാറി. അത് നിലത്ത് കിടന്ന് ഇഴയാനും ചീറ്റാനും തുടങ്ങി. ഫിറഔൻ ആദ്യം ഭയന്നുപോയി. എന്നാൽ അത് പുറത്തു കാണിക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു. ഫിറഔൻ അഹങ്കാരത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് ധാരാളം ജാലവിദ്യക്കാരുണ്ട്. അവരുടേതിന് സമാനമായ ജാലവിദ്യയാണിത്. ഫിറഔൻ പ്രവാചകനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും കൊട്ടാരത്തിൽ തടവിലാക്കി. അനന്തരം ഫിറഔൻ തന്റെ രാജ്യത്തുള്ള എല്ലാ ജാലവിദ്യക്കാരെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു ദൂതനെ അയച്ചു. അവരുടെ ജാലവിദ്യ പ്രവാചകനേക്കാളും മികച്ചതാണെങ്കിൽ അവർക്ക് വലിയ സമ്മാനങ്ങൾ ഫിറഔൻ വാഗ്ദാനം ചെയ്തു. മത്സരത്തിന്റെ ദിവസമെത്തി. കൊട്ടാരത്തിൽ ആളുകൾ നിറഞ്ഞു. ജാലവിദ്യക്കാർ ഒരു ഭാഗത്തും പ്രവാചകനും സഹോദരനും മറുഭാഗത്തും നിലയുറപ്പിച്ചു. കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളും ഫിറഔന്റെ ഭാഗത്തായിരുന്നു. പ്രവാചകനും സഹോദരനും തനിച്ചായിരുന്നു. മൂസാ നബി ആദ്യം മാന്ത്രികരോട് ജാലവിദ്യ കാണിക്കാൻ പറഞ്ഞു. കാരണം അവർ ഒരു നിരയിൽ തന്നെ 70ഓളം മാന്ത്രികരുണ്ടായിരുന്നു. മാന്ത്രികർ അവരുടെ കയ്യിലുള്ള വടിയും കയറും നിലത്തേക്കെറിഞ്ഞു. പെട്ടെന്ന് തന്നെ തറയിൽ ധാരാളം പാമ്പുകളെക്കൊണ്ട് നിറഞ്ഞു. പാമ്പുകൾ എല്ലായിടത്തും ഇഴഞ്ഞു നടന്നു. ഇത് കണ്ടപ്പോൾ ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു. അത്തരം ശക്തമായ ജാലവിദ്യയെ മറികടക്കാൻ പ്രവാചകന് കഴിയില്ലെന്ന് അവർ വിശ്വസിച്ചു. മൂസാ നബിയും ഭയപ്പെട്ടു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ പക്ഷത്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പ്രവാചകൻ തന്റെ വടിയും തറയിലെറിഞ്ഞു. പെട്ടെന്ന് തന്നെ അത് വലിയ ഒരു സർപ്പമായി മാറി. ആ ഭീകര സർപ്പം തറയിൽ കിടന്ന മറ്റു ചെറിയ പാമ്പുകളെയെല്ലാം വിഴുങ്ങി.
ജനക്കൂട്ടം ഇത് കണ്ടപ്പോൾ പ്രവാചകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ഒരു തിരമാല പോലെ എഴുന്നേറ്റ് നിന്നു. ഇത് കണ്ട് ജാലവിദ്യക്കാരും അമ്പരന്നുപോയി. ഇത് ഒരു ജാലവിദ്യ മാത്രമായിരുന്നില്ലെന്നും സർപ്പം യഥാർത്ഥമാണെന്നും അവർക്കറിയാമായിരുന്നു. മൂസാനബിക്ക് വന്നുചേർന്ന ഈ ശക്തി മഹത്തായ എന്തോ ഒന്നിൽ നിന്നാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ അല്ലാഹുവിനോട് പാപമോചനത്തിനായി പ്രാർത്ഥിച്ചു. അല്ലാഹു അവരോട് കൃപയുള്ളവനാകുന്നു. പക്ഷേ ഫിർഔൻ ഇത് കണ്ട് കോപാകുലനായി. എന്റെ സമ്മതമില്ലാതെ നിങ്ങൾക്കെങ്ങനെ അവന്റെ ദൈവത്തിൽ വിശ്വസിക്കാനാകും? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു, നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാം, എന്നാൽ നിങ്ങളെക്കാൾ കൂടുതലായി ഞങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നു. മാന്ത്രികർ മറുപടി പറഞ്ഞു. മൂസാ നബി ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ പ്രശ്നങ്ങൾ അവൻ തിരിച്ചറിഞ്ഞു. തന്റെ സാമ്രാജ്യം ഇസ്രായേലരുടെ ഭയത്തിൽ നിന്ന് ഉണ്ടായതാണെന്നും എല്ലാവരും അവനെ ദൈവമായിട്ടാണ് കാണുന്നതെന്നും തന്റെ രാജ്യം വിസ്മരിക്കപ്പെടുമെന്നോർത്ത് അവൻ ദുഃഖിച്ചു. ഫിർഔന് ഇതൊരു ഭീഷണിയായി തോന്നി. അവൻ പെട്ടെന്നുതന്നെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു യോഗം വിളിച്ചുകൂട്ടി. ഞാനൊരു കളവ് പറയുന്നവനാണോ ഹമാൻ? ഒരു ചോദ്യത്തോടെ അയാൾ കാര്യത്തിലേക്ക് കടന്നു. ഹമാൻ ചോദിച്ചു, താങ്കൾ ഒരു നുണയനാണെന്ന് പറയാൻ ധൈര്യപ്പെട്ടതാരാണ്? സ്വർഗത്തിൽ ദൈവമുണ്ടെന്ന് മൂസ പറഞ്ഞില്ലേ? മൂസ കള്ളം പറഞ്ഞതാണ്, ഹമാൻ പറഞ്ഞു. അപ്പോൾ ഫിർഔൻ പ്രവാചകനെ പിൻപറ്റുന്നവരെ ദ്രോഹിക്കുവാനും കൊന്നുകളയുവാനും കൽപ്പിച്ചു. സൈനികർ ഇസ്രായേലരെ ദ്രോഹിക്കാൻ തുടങ്ങി. അവർ പുരുഷന്മാരെ കൊന്നുകളഞ്ഞു. അവർ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിട്ടില്ല. അവരെ എതിർത്തവരെ അവർ തടവിലാക്കി. ഈ ക്രൂരമായ പ്രവൃത്തി കണ്ട് പ്രവാചകൻ നിസ്സഹായനായി നോക്കി നിന്നു. ജനങ്ങളോട് ക്ഷമയോടെ കാത്തിരിക്കുവാനും അല്ലാഹുവിൽ വിശ്വാസമർപ്പിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചില്ലെങ്കിൽ ഫിർഔനും ഈജിപ്തിനും വലിയ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ഫിർഔനെ താക്കീത് നൽകുവാൻ അല്ലാഹു മൂസാ നബിയോട് കൽപ്പിച്ചു. വീണ്ടും ഫിർഔനെ കാണാൻ പോയി. പിന്നെ അദ്ദേഹം ഇസ്രായേലരെ മോചിപ്പിക്കാനുള്ള ആവശ്യം വീണ്ടും ഉന്നയിച്ചു. എന്നാൽ ഫിർഔൻ അതും സമ്മതിച്ചില്ല. അപ്പോൾ അല്ലാഹു ഈജിപ്തിൽ കഠിനമായ വരൾച്ച നൽകി. നൈൽ നദിയിലെ പച്ചപ്പുകളും ഫലഭൂവിഷ്ടമായ താഴ്വരകളും വാടിപ്പോവുകയും കരിഞ്ഞുണങ്ങുകയും ചെയ്തു. കൃഷികൾ നശിച്ചു. മൃഗങ്ങൾ ചത്തൊടുങ്ങി. ഈജിപ്തുകാർ ക്ഷാമം മൂലം കഷ്ടപ്പെട്ടു. അപ്പോഴും ഫിർഔൻ അനുസരിക്കാൻ മടിക്കുകയും അഹങ്കാരിയായി തുടരുകയും ചെയ്തു. പിന്നീട് ഈജിപ്തിനെ നശിപ്പിക്കാൻ അല്ലാഹു ഒരു വലിയ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി. വിളകൾ നശിപ്പിക്കപ്പെട്ടു. ധാരാളം ഈജിപ്തുകാർ കൊല്ലപ്പെട്ടു. പിന്നീട് മുഖ്യമന്ത്രിമാർ മൂസാ നബിയോട് അപേക്ഷിച്ചു, മൂസ, ഞങ്ങളെ സഹായിക്കണം. അവർ കരഞ്ഞു പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ ഇല്ലാതാക്കുന്ന പക്ഷം താങ്കളെയും താങ്കളുടെ ദൈവത്തെയും ഞങ്ങൾ വിശ്വസിക്കുകയും ഇസ്രായേൽ സന്തതികളെ താങ്കളുടെ കൂടെ അയച്ചു തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഭൂമി സാധാരണ നിലയിലായിത്തീരുകയും ചെയ്തു. പക്ഷേ ഇസ്രായേലുകാർ അപ്പോഴും അടിമകളായി തന്നെ തുടർന്നു. വാഗ്ദാനം നൽകിയതുപോലെ അവർ അവരെ മോചിപ്പിച്ചില്ല. അവരുടെ വാഗ്ദാനം നിറവേറ്റാൻ മൂസാ നബി അവരോട് ആവശ്യപ്പെട്ടു. അവർ അദ്ദേഹത്തിന്റെ ആവശ്യം അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അദ്ദേഹം വീണ്ടും അല്ലാഹുവിനെ വിളിച്ചപേക്ഷിച്ചു. ഈ സമയത്ത് അല്ലാഹു വിളകൾ നശിപ്പിക്കുന്ന വലിയ പ്രാണികളെ ഈജിപ്തിലേക്ക് അയച്ചു. അവ വിളകൾ നശിപ്പിക്കുകയും തിന്നു തീർക്കുകയും ചെയ്തു. സഹായം തേടി ആളുകൾ പ്രവാചകന്റെ അടുത്തേക്ക് ഓടിവന്നു. ആ പ്രാണികളെ ഓടിക്കുകയാണെങ്കിൽ ഇസ്രായേലരെ കൊണ്ടുപോകാമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം നൽകി. പ്രവാചകൻ വീണ്ടും അല്ലാഹുവിനോട് അപേക്ഷിച്ചു. അപ്പോൾ പ്രാണികളെല്ലാം പോയി. എന്നാൽ ഇപ്പോഴും തങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലരെ അവർ മോചിപ്പിച്ചില്ല. അല്ലാഹു ഇത്തവണ ഈജിപ്തുകാരുടെ ഇടയിൽ രോഗബാധ വരുത്തി. അതിനുശേഷം തവളകളെ അയച്ചു. അത് ജനങ്ങളെ പേടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. ഓരോ തവണ അല്ലാഹു ശിക്ഷ വിധിക്കുമ്പോഴും അവർ രക്ഷയ്ക്കായി പ്രവാചകന്റെ അടുത്തേക്ക് ഓടിയെത്തി. ഓരോ തവണയും ഇസ്രായേലരെ മോചിപ്പിക്കുമെന്ന് അവർ വാഗ്ദാനം നൽകുകയും എന്നാൽ അല്ലാഹു ശിക്ഷ പിൻവലിക്കുമ്പോൾ അവരെ വിട്ടയക്കാൻ അവർ വിസമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അവസാനത്തെ അടയാളം, രക്തത്തിന്റെ അടയാളം വെളിപ്പെട്ടു. നൈൽ നദീതടം രക്തമായി മാറി. ഇസ്രായേലിയർ നദിയിൽ നിന്നും വെള്ളം കുടിച്ചപ്പോൾ അത് സാധാരണ വെള്ളമായിരുന്നു. എന്നാൽ ഏതെങ്കിലും ഈജിപ്ഷ്യൻ വെള്ളമെടുത്താൽ അത് രക്തമായി മാറും. അവർ പതിവ് പോലെ നബിയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയും എല്ലാം
സാധാരണ ഗതിയിലാവുമ്പോൾ അള്ളാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. മാഷാ അല്ലാ, എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ശരി, എങ്കിൽ പറയൂ, മൂസാ നബി ഈജിപ്തിലേക്ക് തിരിച്ചു വന്നതെന്തിനാണ്? അതെനിക്കറിയാം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈജിപ്തിൽ നിന്ന് ഇസ്രായേലരെ മോചിപ്പിക്കാൻ. ദാറ്റ് ഈസ് കറക്റ്റ്. എങ്കിൽ അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷകൾ ക്രമത്തിൽ പറയൂ. ആദ്യം വരൾച്ചയെ അയച്ചു. ശരി, അടുത്തതെന്താണ്? പിന്നീട് ഒരു വെള്ളപ്പൊക്കം അയച്ചു. അത് കഴിഞ്ഞ് വലിയ പ്രാണികളെയും രോഗബാധകളെയും തവളകളെയും അയച്ചു. വെരി ഗുഡ്. അവസാനത്തെ ശിക്ഷ എന്തായിരുന്നു? അവസാന ശിക്ഷയായി അള്ളാഹു നൈൽ നദിയിലെ വെള്ളം രക്തമാക്കി മാറ്റി. മാഷാ അല്ലാ, വളരെ നന്നായിരിക്കുന്നു. ശരി, ഇന്നിപ്പോൾ ഉറങ്ങാനുള്ള സമയമായി. നാളെ മറ്റൊരു കഥ പറയാം. ഗുഡ് നൈറ്റ് അമീർ. ഗുഡ് നൈറ്റ് ബാബ.